सद्गुरु महाराज की जय। कमल नयना वासुदेवा पांडुरंगा पाहि मां। कमल नयना वासुदेवा पांडुरंगा पाहि मां। पद्मनयना पद्मचरणा पद्मनाभा पाहि मां। पद्मनयना पद्मचरणा पद्मनाभा पाहि मां। कमलनयना वासुदेवा पांडुरंगा पाहि मां। कमलनयना वासुदेवा पांडुरंगा पाहि मां। पद्मनयना पद्मचरणा पद्मनाभा पाहि मां। पद्मनयना पद्मचरणा पद्मनाभा पाहि मां प्रभो। पद्मनाभा पाहि मां प्रभो। पद्मनाभा पाहि मां। सर्वत्र गोविन्दनाम संकीर्तनं गोविन्द गोविन्द। जय बोल सद्गुरुनाथ महाराज की जय. ജഡഭരത ചരിത്രത്തിന് ശേഷം ഭൂഗോള ഖഗോളങ്ങളെയാണ് ഇവിടെ പഞ്ചമസ്കന്ധത്തിൽ വർണ്ണിക്കുന്നു. അങ്ങനെ ഭൂഗോളങ്ങളെ വർണ്ണിക്കുമ്പോൾ ഗംഗാമാഹാത്മ്യം ഇവിടെ എടുത്തു പറയുന്നു. തത്ര ഭഗവതഃ സാക്ഷാത് യജ്ഞലിംഗസ്യ വിഷ്ണോർവിക്രമതോ വാമപാദാംഗുഷ്ടനഖനിർഭിന്നോർധ്വാണ്ഡകടാഹ വിവരേണാന്തഃപ്രവിഷ്ട या बाह्यजलधारा तच्चरणपङ्कजावनेजनारुणकिञ्जल्कोपरञ्जिता अखिल जगदघमलापहोपस्परशनामला साक्षात् भगवत्पदीत्यनुपलक्षितवचो विधीयमानातिमहता कालेन युगसहस्रोपलक्षणेन दिवो मूर्धन्यवततार यत्तद्विष्णुपदमाहुः. ബലിചക്രത്തിൽ നിന്നും ദാനം മേടിച്ച ഭഗവാൻ തൻ്റെ ഇടത്തേക്കാൾ ഉയർത്തി അത് ബ്രഹ്മലോകത്തിലെത്തിയപ്പോൾ ബ്രഹ്മാവ് പാദപൂജ ചെയ്തു. ബ്രഹ്മാവിൻ്റെ ഗിണ്ടി തന്നെ വലിയ ഗിണ്ടിയാണ്, നമ്മളിപ്പോൾ ചെറിയ ഗിണ്ടിയില്ലേ. അത്ര വലിയ ഗിണ്ടിയിൽ വെള്ളം എടുത്ത് അദ്ദേഹം അഭിഷേകം ചെയ്തിട്ടും ഭഗവാന്റെ ഇടത്തെ കാളും മുഴുവനും ഇല്ല, കാലിൻ്റെ പെരുവിരൽ പോലും ഇല്ല. നഖനിർഭിന്നോർഭാണ്ഡ, അദ്ദേഹത്തിൻ്റെ നഖം മാത്രം കഴുകിയതാണ്. അങ്ങനെ ഭഗവാന്റെ തിരുവടി ബ്രഹ്മ കഴുകി പൂജിച്ചപ്പോൾ ആ വെള്ളമാണ് ഗംഗയായിട്ട് ഓടി വരുന്നു. ആദ്യം വിഷ്ണുപദത്തിൽ നിന്നും ഉണ്ടായതുകൊണ്ടാണ് അവിടെ വിഷ്ണുപതി എന്ന പേരിൽ അറിയപ്പെടുന്നു. പിന്നെ ബ്രഹ്മലോകത്തിൽ നിന്നും സ്വർഗലോകത്തിൽ എത്തിയപ്പോൾ മന്ദാകിനി ദിവി, മന്ദാകിനി എന്ന പേരിൽ അറിയപ്പെട്ടു. ആ സമയത്താണ് സകരചക്രത്തിൻ്റെ പുത്രന്മാർ അച്ഛൻ്റെ യാഗകുതിര അന്വേഷിച്ച് പോയി പാതാളത്തിൽ കപില ഭഗവാന് ചോരൻ കള്ളൻ വിചാരിച്ച അദ്ദേഹത്തിനുടെ ശാപം കൊണ്ട് അവർ ഭസ്മമായി തീർന്നു. അവർക്ക് സദ്ഗതി കിട്ടണമെങ്കിൽ സാധാരണ വെള്ളം കൊണ്ട് തർപ്പണം തർപ്പിച്ചാൽ പോരാ, ഗംഗാവെള്ളം കൊണ്ട് തന്നെ തർപ്പിക്കണം എന്ന് ഗരുഡ ഭഗവാൻ പറഞ്ഞപ്പോൾ അവരുടെ പരമ്പരയിൽ ഓരോരാളും തപസ് ചെയ്തു, എന്നിട്ടും ഗംഗയെ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. അപ്പോഴാണ് ഭഗീരഥ പ്രയത്നം നമ്മൾ പറയാറുണ്ടല്ലോ. ഭഗീരഥൻ അതിനുവേണ്ടി ഉഗ്രമായ തപസ് ചെയ്തു. ബ്രഹ്മാവോട് പ്രാർത്ഥിച്ചപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു ഗംഗയോടും ഭഗീരഥനോടൊപ്പം പോയിക്കോളൂ. അപ്പോൾ ഗംഗാദേവി പറഞ്ഞു, ഞാൻ ഭൂലോകത്തിൽ വന്നാൽ എൻ്റെ വേഗം ഭൂമിക്ക് സഹിക്കാൻ വയ്യ, എന്നെ താങ്കാൻ ഒരാൾ കൂടി വേണം. നാണ്യം പശ്യാമി ശൂലിനഃ, ബ്രഹ്മാവ് തന്നെ പറയുന്നു. മഹാദേവനാണ് ആ ഗംഗയെ ധരിക്കാനുള്ള കഴിവുള്ള ആൾ, മഹാദേവനെ പ്രസാദിപ്പിച്ചോളൂ. മഹാദേവനെക്കുറിച്ച് തപസ് ചെയ്തപ്പോൾ മഹാദേവൻ ശരി പറഞ്ഞു. അങ്ങനെ ഗംഗ ദേവലോകത്തിൽ നിന്നും ഭൂമിയിലേക്ക് വരുന്ന സമയത്ത് ആദ്യം മഹാദേവൻ ശിരസിൽ ധരിച്ചു. മഹാദേവൻ്റെ അളകങ്ങളെ ആനന്ദപ്പെടുത്തിയത് കൊണ്ടാണ് അളകനന്ദ എന്ന് ഒരു പേര് കിട്ടി. പിന്നെ ഗംഗ കുറച്ച് അഹങ്കാരത്തോടെ വന്നു. അപ്പോൾ എന്ത് ചെയ്തു? മഹാദേവൻ ശിരസിൽ തന്നെ കെട്ടിവെച്ചു. തത്തൈവ അവംഭ്രമദേവി സംവത്സര ഗണാൻ ബഹൂണ്, കുറേ കാലം അവിടെ തന്നെ ചുറ്റി നടന്നു, പുറത്തു പോകാൻ വഴി അറിയാത്ത. അപ്പോൾ ഭഗീരഥൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോഴാണ് ജടയിൽ നിന്ന് ഒരു ജട ഇങ്ങനെ അഴിച്ചു വിട്ടു.
ഗംഗ 7 വിരിച്ചു വന്നു. ഇവിടെ 4 പറയുന്നു. തത്ര ചതുർഥാ ഭിദ്യമാന ചതുർഭിന്നാം വിഹി അവിസ്പന്ദന്തി നദനദിപതിമേവ അഭിനിവിശതി സീത അളകണന്ത ചക്ഷുർഭദ്രേതി. ഓരോരോ ഗംഗ ഓരോ 4 വന്ന ഗംഗ ഓരോ 4 ദിക്കിലിങ്ങനെ പോയി. അതിൽ ദക്ഷിണദേശത്തിലാണ് നമ്മുടെ ഭാരതദേശത്തിൽ വന്ന നദിയാണ് അളകണന്ത. അളകണന്ത അങ്ങനെ വരുമ്പോൾ ഭഗീരഥൻ്റെ രഥത്തിൻ്റെ പുറകിൽ വന്നപ്പോൾ ഭാഗീരഥി എന്ന് കൂടി പേര് കിട്ടി. ഓരോ വിഷ്ണുപതി, മന്ദാകിനി, അളകണന്ത, ഭാഗീരഥി. അങ്ങനെ ഭാഗീരഥി ഭഗീരഥൻ്റെ രഥത്തിൻ്റെ ഒപ്പം ഓടി ഓടി വന്ന് ഹരിദ്വാരത്തിൽ എത്തിയപ്പോൾ ഗാം ഗത ഗംഗ. ഗാ പറഞ്ഞാൽ ഭൂമി. ഭൂമിയിൽ എത്തിയപ്പോഴാണ് ഗംഗ എന്ന പേര് കിട്ടി. അവിടെ കുറച്ച് ദൂരം വന്നപ്പോൾ ജഹ്നു എന്ന പേരുള്ള രാജഋഷി എന്ത് ചെയ്തു? യാഗം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ഗംഗാവെള്ളം അദ്ദേഹത്തിൻ്റെ യാഗശാലയിൽ ചെന്ന് അദ്ദേഹത്തിൻ്റെ യാഗപാത്രങ്ങളൊക്കെ കൊണ്ടുപോയി. അപ്പോൾ ജഹ്നു മഹർഷി എന്ത് ചെയ്തു? ആ ഗംഗാവെള്ളം എടുത്ത് കുടിച്ചു. അപ്പോൾ ഭഗീരഥൻ പ്രാർത്ഥിച്ചു, ഞാൻ ബുദ്ധിമുട്ടി തപസ് ചെയ്ത് കൊണ്ടുവന്നതാണ്, നിങ്ങൾ കുടിച്ചാൽ പിന്നെ എനിക്ക് വേണ്ടേ? അപ്പോൾ അദ്ദേഹം ചെവി വഴി കൂടി ഇങ്ങനെ വിട്ടു, വളത്തെ ചെവി കൂടി. ജഹ്നു മഹർഷിയുടെ ചെവി വഴി കൂടി വന്നത് കൊണ്ടാണ് ജാഹ്നവി എന്ന് പേര് കിട്ടി. പിന്നെ പാതാളത്തിൽ എത്തിയപ്പോൾ ഭോഗവതി. മന്ദാകിനീതി ദിവി ഭോഗവതീതി ചാധഃ ഗംഗേതി ചേഹ ചരണാംബു പുനാതി വിശ്വം. 3 ലോകത്തിലും ഓടുന്ന ഒരു ഗംഗയാണ്, നദിയാണ് ഗംഗാദേവി. പിന്നെ 3 ദേവന്മാരുടെ സംബന്ധമുണ്ട്. ആദ്യം ആദൗ ആദി പിതാമഹസ്യ നിയമ വ്യാപാര പാത്രേ ജലം പശ്ചാത് പന്നകസായിനോ ഭഗവതഃ പാദോദകം പാവനം ഭൂയശംഭുജടാ വിഭൂഷണമണി. ആദ്യം ബ്രഹ്മാവിൻ്റെ കമണ്ഡലുവിൽ ഗിണ്ടിയിൽ വെള്ളമായിരുന്നു, പിന്നെ ഭഗവാന്റെ പാദതീർത്ഥമായി, പിന്നെ ശിവൻ്റെ ശിരസിൻ്റെ. അങ്ങനെ 3 ദേവന്മാരുടെ സംബന്ധത്തോടാണ് ഈ ഗംഗ ഓടി വരുന്നു. അപ്പോൾ മനുഷ്യരായി ജനിച്ചവർ, ഹിന്ദുക്കളിൽ മാത്രം അറിയാൻ പാടില്ല, മനുഷ്യനായി ജനിച്ച എല്ലാവരും ഗംഗയിൽ മുങ്ങി കുളിച്ചാലേ അവരുടെ പാപമൊക്കെ മാറിപ്പോവുള്ളൂ. ഗംഗയിൽ കുളിക്കണം, അവശ്യം ഗംഗാ നദിയിൽ കുളിക്കണം. പിന്നെ ഗയാക്ഷേത്രത്തിൽ പിതൃക്കൾക്ക് തർപ്പണം നടത്തണം. അതിൽ 3 ദണ്ഡം, പിണ്ടം, മുണ്ടം എന്ന് പറയും. ആദ്യം മുണ്ടം. മുണ്ടെന്നും പറഞ്ഞാൽ പ്രയാഗക്ഷേത്ര ഇപ്പോൾ ഉണ്ടല്ലോ, അവിടെ വലിയ കുംഭമേള നടക്കുന്നുണ്ട്. ഇപ്പോൾ നടക്കാൻ പോകുന്നു, കുംഭമാസത്തിലാണ്. ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ ഉണ്ടാവും. അവിടെ 3 നദികളുടെ സംഗമമാണ്. ഗംഗ വരുന്ന സമയത്ത് ഓരോരോ നദി ചേരും. അപ്പോഴാണ് അതിനെ പ്രയാഗ പറയും. നന്ദപ്രയാഗ, രുദ്രപ്രയാഗ, കർണപ്രയാഗ, അങ്ങനെ ഓരോ പ്രയാഗയായിട്ട് പറയും. അതിൽ ഏറ്റവും വലിയ പ്രയാഗയാണ് ഗംഗാനദിയും യമുനാ നദിയും ചേരുന്ന സ്ഥലം. അടിവഴി കൂടി സരസ്വതി നദി കൂടി വരുന്നുണ്ട്. അപ്പോൾ 3 നദികൾ ചേരുന്ന സ്ഥലമാണ്. അവിടെ മുണ്ടനം ചെയ്യണം. പുരുഷന്മാരൊക്കെ ഇങ്ങനെ മുടിയൊക്കെ എടുത്ത് അവിടെ ഒരു ഗംഗയിൽ സമർപ്പിക്കാറുണ്ട്. സ്ത്രീകൾ സാധാരണ മുടി വെട്ടാൻ പാടില്ല, പക്ഷെ അവർക്കും ഒരു പ്രത്യേക ചടങ്ങ് അവിടെ ചെയ്യാറുണ്ട്. വേണീദാനം. അവിടെ ഒരു മഹാവിഷ്ണുവിൻ്റെ അമ്പലമുണ്ട്, വേണി മാധവൻ എന്നാണ് പേര്. സ്ത്രീകൾ മുടി 3ആയിട്ട് അതിനെ വീതിച്ച് പിന്നലിടാറുണ്ട്. എന്താ? ഗംഗ, യമുന, സരസ്വതി 3ആയിട്ട് വീതിച്ച് പിന്നലിട്ടാലും കാണുമ്പോൾ 2 കാണുള്ളൂ. പിന്നെ അടിവഴി കൂടി വരുന്നത് സരസ്വതിയാണ്. അപ്പോൾ അടിവഴി അത് ഗംഗ കാണാൻ പറ്റില്ല. അപ്പോൾ ഗംഗ, യമുന, സരസ്വതിയുടെ സങ്കല്പത്തിലാണ് 3ആയിട്ട് വീതിച്ച് അവർ പിന്നെ അത് ഒരു പ്രത്യേക പൂജ ചെയ്ത് അവിടെ സമർപ്പിക്കും. പ്രയാഗയാണ് ഏറ്റവും മഹാക്ഷേത്രം. നദ്യൗ വിഭാതഃ മുനിഭാനുകന്യകേ നീലാതപത്രം വടയേവ സാക്ഷാത് സതീർത്ഥരാജോ ജയതി പ്രയാഗഃ. രാജാവാണെന്ന് പറയുന്നു. രാജാവ് പറഞ്ഞാൽ ചാമരം വേണ്ടേ? ഗംഗാ നദീൻ്റെ യമുന നദിയിലും തരംഗങ്ങളാണ് അവിടെ ചാമരമായിട്ട് വർണ്ണിക്കുന്നു. അവിടെ ഇരിക്കുന്ന ഒരു ആൾത്തറയാണ് ആ പ്രയാഗരാജൻ്റെ കുടയായിട്ട് വർണ്ണിക്കുന്നു. ഏറ്റവും വലിയ ക്ഷേത്രമാണ് പ്രയാഗ. അവിടെ മുണ്ടനം ചെയ്യണം. പിന്നെ കാശി ക്ഷേത്രത്തിൽ ദണ്ഡം,
അവിടെ കാളഭൈരവ ക്ഷേത്രത്തിൽ ഒരു അടി എല്ലാവരും മേടിക്കണം. അവിടെ കാളഭൈരവ ക്ഷേത്രത്തിൽ അവിടെ കാളഭൈരവ അഷ്ടകം പറഞ്ഞ് അവർ അടിക്കും. ആ അടി മേടിച്ചാൽ മതി, പിന്നെ യമൻ്റെ അടി കൊള്ളേണ്ട ആവശ്യമില്ല. അതാണ് ദണ്ഡം. മുണ്ടം, ദണ്ഡം, പിന്നെ പിണ്ടം. ഗയാക്ഷേത്രത്തിൽ ഭഗവാന്റെ തൃപ്പാദത്തിൽ പിണ്ടം സമർപ്പിക്കണം. ഇത് പ്രധാനമാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് വയസ്സായല്ലോ, ഇനി അവിടെ പോയാൽ സമയമില്ലല്ലോ, അങ്ങനെ ചില ആൾ പറയും. ഇനി ഗംഗയിൽ കുളിക്കാൻ സമയമില്ലല്ലോ എന്ന് വിചാരിച്ചാൽ അതിനുവേണ്ടി ബുദ്ധിമുട്ടേണ്ട. ഗംഗയിൽ കുളിക്കാത്തവർ ഈ ഭാഗവത ഗംഗയിൽ മുങ്ങിയാൽ മതി. കാരണം ഭാഗവതവും ഗംഗയും ഒരേപോലെയാണ്. ഭാഗവതം ഗംഗ ആദ്യം ഭഗവാന്റെ തിരുവടിയിൽ നിന്നും ഉണ്ടായി. ഭാഗവതം ഭഗവാന്റെ തിരുമുഖത്തിൽ നിന്നും, ഇത് പാദകമലം, അത് മുഖകമലം, മുഖകമലത്തിൽ നിന്നും ഉണ്ടായി. ആദ്യം ഗംഗ ബ്രഹ്മലോകത്തിലാണ്. അതുപോലെ ആദ്യം ഭാഗവതം ബ്രഹ്മാവിനെ കിട്ടി. പിന്നെ ആ ഗംഗ ശിവന്റെ ശിരസിൽ വീണു. അതുപോലെ വീണാപാണി മുനീന്ദ്രമൗളി പതിത, നാരദന്റെ ശിരസിൽ ആ ഭാഗവതം കിട്ടി. പിന്നെ ഗംഗ ഭഗീരഥന്റെ പുറകിൽ ഓടി. ഈ ഭാഗവത ഗംഗ ശ്രീ വ്യാസമാർഗം ഗത, വ്യാസന്റെ പുറകിൽ ഓടി. ആ ഗംഗയെ ജന്നു മഹർഷി കുടിച്ചു. ഈ ഭാഗവത ഗംഗ ആരാണ് കുടിച്ചു? പീത ശ്രീ ശുകയോഗിന, ശുകാചാര്യൻ കുടിച്ചു. പക്ഷേ ഒരു ചെറിയ വ്യത്യാസം ഇവിടെ ഗുരുനാഥൻ പറയും. ജന്നു മഹർഷി എന്ത് ചെയ്തു? വായു വഴിക്കൂടി ഗംഗയെ കുടിച്ചു, ചെവി വഴിക്കൂടി പുറത്തു വിട്ടു. ഇവിടെ ശുകാചാര്യൻ എന്ത് ചെയ്തു? ഭാഗവതഗംഗയെ ചെവി വഴിക്കൂടി കുടിച്ചു, വായു വഴിക്കൂടി വിട്ടു. പീതാ ശ്രീ ശുകയോഗിന ത്രിഭുവനം സാ പാവയന്തി സദാ, ഗംഗാ ഭാഗവതി കഥാ ജയതി മേ ജിഹ്വാമഹി പ്രാങ്കണേ. അങ്ങനെ ഗംഗയിൽ കുളിക്കാൻ പറ്റാത്തവർ ഭാഗവത ഗംഗയിൽ മുങ്ങിയാലും ഇത് ജ്ഞാനഗംഗയാണ് എന്ന് പറയുന്നു. അങ്ങനെ ഗംഗാ മാഹാത്മ്യം ഇവിടെ എടുത്തു പറയുന്നു. അതിനുശേഷം ഓരോ ദേവന്മാരുടെ മന്ത്രം, സംഘർഷണന്റെ മന്ത്രം, ഹയഗ്രീവ ഭഗവാന്റെ മന്ത്രം. ഇന്ന് കുട്ടികൾക്ക് വേണ്ടി വിദ്യാഗോപാല മന്ത്രാർച്ചന, അതിൽ ഹയഗ്രീവ അഷ്ടോത്തരമാണ്. ഹയഗ്രീവ ഭഗവാനെ പ്രാർത്ഥിച്ചാൽ നല്ല ബുദ്ധി ഉണ്ടാവും. ഹയഗ്രീവ ജപിച്ചാൽ മതി, നമുക്ക് നല്ല ബുദ്ധിശക്തി ഉണ്ടാവും. ഹയഗ്രീവ ഹയഗ്രീവ ഹയഗ്രീവേതി യോ ജപേത് തസ്യ നിസ്സരതേ വാണി ജഹ്നുകന്യാ പ്രവാഹവത്. ഗംഗ എങ്ങനെ ഒഴുകി ഓടുന്നുവോ, ഗംഗാ പ്രവാഹമൊക്കെ നിങ്ങൾ കാണണമെങ്കിൽ ഉത്തരഭാരതത്തിൽ ബദ്രിയാത്ര ചെല്ലുന്ന സമയത്തിൽ കാണാം. വലിയ വലിയ പാറകളൊക്കെ കടന്ന് ചാടി ഓടി വരുന്നത് കാണാം. അവിടെ പാളം കെട്ടാൻ ബുദ്ധിമുട്ടാണ്. പാളം കെട്ടിയാൽ അത് ഉടയ്ക്കും. അതുകൊണ്ട് ജൂല, രാം ജൂല, ലക്ഷ്മൺ ജൂല, പാളം മാളില്ലേ, ഒരു ജൂല പോലെ കയറ് കൊണ്ട് കെട്ടും. അങ്ങനെയാണ് ഗംഗയുടെ ഒരു പ്രവാഹം. ആ ഗംഗാ പ്രവാഹം എങ്ങനെയാണോ അതുപോലെ നമുക്ക് വാക്കും ഉണ്ടാവും. ഹയഗ്രീവ ജപിച്ചാൽ മതി. കുതിരമുഖത്തിലിരിക്കുന്ന ഭഗവാന്റെ രൂപമാണ്, ആ ഭഗവാന്റെ മന്ത്രമാണ്. വൈകുന്നേരം കുട്ടികൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നു. അങ്ങനെ ഹയഗ്രീവൻ്റെ മന്ത്രം. അതിനുശേഷം നരസിംഹ ഭഗവാനോട് പ്രാർത്ഥിക്കുന്ന ഒരു മന്ത്രം. ഈ മന്ത്രം ഇപ്പോൾ തത്കാലം എല്ലാവർക്കും ആവശ്യമാണ്. സ്വസ്ത്യസ്തു വിശ്വസ്യ ഖല പ്രചേതാം, ലോകത്തിൽ എല്ലാവർക്കും നന്മ വരട്ടെ, ദുഷ്ടന്മാർ പോലും നല്ലവരായി മാറട്ടെ. സാധാരണ രീതിയിൽ ദുഷ്ടന്മാർ നശിക്കട്ടെ, അങ്ങനെയൊക്കെ സാധാരണ പറയാറുള്ളൂ. ഇവിടെ പ്രഹ്ലാദൻ പറയുന്നു, ദുഷ്ടന്മാർ നശിക്കേണ്ട, അവരുടെ ദുഷ്ട സ്വഭാവം നശിച്ചാൽ മതി, അവരുടെ ദുഷ്ടത്വം അറിയാൽ മതി. ഖലഹ പ്രസീദിത ധ്യായന്തു ഭൂതാണി ശിവം, പരസ്പരം എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് തോന്നുന്ന നല്ല ബുദ്ധി ഉണ്ടാവട്ടെ. നമ്മുടെ ബുദ്ധി ഒരു ഒരു ഫലം പ്രതീക്ഷിക്കാതെ മനശ്ചഭദ്രം ഭജതാ ദോഷത്തെ ആവേശിതാണോ മതിരപി അഹൈതുക്കി, ഒരു ഹേതു ഇല്ലാതെ ഒരു ഭക്തി നമുക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന മന്ത്രം. അതിനുശേഷം മഹാലക്ഷ്മി പ്രാർത്ഥിക്കുന്ന മന്ത്രം. ഭഗവാനെ പ്രാർത്ഥിച്ച് സാധാരണ പതിയെ പ്രാപിക്കുന്നതിനേക്കാൾ ഭഗവാനെ തന്നെ പതിയായി കിട്ടിയാൽ വലിയ ഭാഗ്യം എന്നാണ് മഹാലക്ഷ്മി പ്രാർത്ഥിക്കുന്ന മന്ത്രം. പിന്നെ മത്സ്യാവതാരം, കൂർമാവതാരം, വരാഹാവതാരങ്ങളുടെ മന്ത്രങ്ങളും, പിന്നെ രാമഭഗവാന്റെ മന്ത്രവും. രാമനെക്കുറിച്ച് പറയുമ്പോൾ സാധുവാദ നികഷണായ, സുവർണക്കടയിൽ ഒരു കല്ല് വെച്ചിട്ടുണ്ടാവും. നമ്മൾ സുവർണം കൊണ്ടു കൊടുത്താൽ അങ്ങനെ തേക്കും, ഉറച്ച് നോക്കും ഇത് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ. അതുപോലെ ഒരാൾ നല്ല ആളിന് ഉറയ്ക്കണമെങ്കിൽ ആ ഉറയ്ക്കുന്ന കല്ല് പോലെയാണ് രാമൻ. രാമനെ നോക്കിക്കോളൂ, ഇയാൾ രാമനെ
തപസ്തിക മർത്യശിക്ഷണം, മനുഷ്യന്മാർ എങ്ങനെ ജീവിക്കണം അത് പഠിപ്പിക്കാൻ വേണ്ടി വന്ന അവതാരമാണെന്ന് രാമൻ്റെ പെരുമയും, പിന്നെ നമ്മുടെ ഭാരതദേശത്തിൻ്റെ പരദേവതയായ നരനാരായണന്മാരുടെ മന്ത്രവും, പിന്നെ നമ്മുടെ ഭാരതദേശത്തിൻ്റെ പുണ്യ നദികളെക്കുറിച്ച് വർണ്ണിക്കുന്നു. 45 നദികളുടെ പേരാണ് ഇവിടെ പറയുന്നത്. പരീക്ഷിത്ത് പറഞ്ഞു, എനിക്ക് 7-ാം ദിവസം വഹിക്കുന്ന ആൾ, എനിക്ക് ഓരോ നദിയിലും മുങ്ങി കുളിക്കാൻ സമയമില്ലല്ലോ. അപ്പോൾ ഗുരുനാഥനായ സുഖാചാര്യൻ പറയുന്നു, ഓരോ നദിയിലും മുങ്ങി കുളിക്കേണ്ട ആവശ്യമില്ല, നാമഭിരേവ പുണന്തീനാം, ആ പുണ്യനദികളുടെ പേര് പറഞ്ഞാൽ മതി എന്നാണ് ഇവിടെ പറയുന്നു. 5-ാമത്തെ സ്കന്ധം 19-ാമത്തെ അധ്യായത്തിൽ 18-ാമത്തെ ഗദ്യമാണ്. ഇതൊന്ന് പഠിച്ച് നമ്മൾ കുളിക്കുന്ന സമയത്തിൽ ജപിച്ചാൽ മതി, നല്ലതാണ്. ചന്ദ്രവസ താമ്രപർണി അവട്ടോത, ദക്ഷിണദേശത്തിൽ നിന്നും തുടങ്ങി ഉത്തർപ്രദേശം വരെയുള്ള എല്ലാ പ്രധാനപ്പെട്ട നദികളുടെ പേര് ഇവിടെ എടുത്തു പറയുന്നു. ചന്ദ്രവസ താമ്രപർണി അവട്ടോത കൃതമാല വൈകായസി കാവേരി വേണി പയസ്വിനി ശർക്കരാവർത്ത തുംഗഭദ്ര കൃഷ്ണ വേണ്യ ഭീമരചി ഗോദാവരി നിർവിന്ധ്യ പയോഷ്ണി താപി രേവാ സുരസ നർമ്മദാ ചന്മന്വതി സിന്ധുരന്തസ്സോണശ്ച നദോ മഹാനദി വേദസ്മൃതി ഋഷികുല്യ തുസാമ കൗശികി മന്ദാകിനി യമുന സരസ്വതി ദൃഷദ്വതി ഗോമതി സരയു रोधस्वती सप्तवती सुषोमा सतद्रो चंद्रभागा मरुद्वृता वितस्ता असिग्नि विश्वेति महानद्यः. പുണ്യ നദികളുടെ പേരും അതേപോലെ ഭാരതദേശത്തിൻ്റെ പെരുമയും, ദേവന്മാർ പോലും ഭാരതദേശത്തിൽ ജനിക്കണം എന്ന് ആഗ്രഹിക്കുന്നു എന്ന് ഭാരതദേശത്തിൻ്റെ പെരുമയും പാടിക്കൊണ്ട്, അതിനുശേഷം വേറെ വേറെ ദീപങ്ങളിൽ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും അഗ്നിഭഗവാന്റെയും വായുഭഗവാന്റെയും മന്ത്രങ്ങൾ ഇവിടെ പറയുന്നു. ബുദ്ധി വരണമെങ്കിൽ സൂര്യഭഗവാന്റെ മന്ത്രവും, മനസ്സ് നേരാവാൻ ചന്ദ്രൻ്റെ മന്ത്രവും, പ്രാണൻ കൊണ്ട് നേരാവാൻ ചില പേർക്ക് വീസിങ് പ്രോബ്ലം, ശ്വാസമുട്ടലുണ്ടല്ലോ, അവർക്ക് വേണ്ടി ഒരു ശ്ലോകം, വായുഭഗവാന്റെ ശ്ലോകം, അന്തര്യാമി ഈശ്വര സാക്ഷാത് പാതുനോ യദ്വസേ സ്ഫുടം അന്തഃപ്രവിശ്യ ഭൂതാനി, 20-ാമത്തെ അധ്യായത്തിൽ 28-ാമത്തെ ശ്ലോകം 5-ാമത്തെ സ്കന്ധത്തിൽ. ഇങ്ങനെ ഓരോ ദേവന്മാരുടെ മന്ത്രം പറഞ്ഞ് അതിനുശേഷം ഖഗോളങ്ങൾ വർണ്ണിക്കുന്നു. അതിനുശേഷം പാതാള ലോകങ്ങൾ വർണ്ണിക്കുന്നു. പാതാളത്തിൽ ആദിശേഷൻ ഈ ഭൂമിയെ 17-14 ലോകം താങ്ങി നിൽക്കുന്നു എന്ന് പറഞ്ഞ് അതിനുശേഷം നരകലോകങ്ങളെക്കുറിച്ച് വർണ്ണിച്ചു. നരകലോകങ്ങളെ വർണ്ണിച്ചപ്പോൾ നരകത്തിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടണം പരീക്ഷിച്ച് ചോദിക്കുമ്പോഴാണ് ആ നരകത്തിൽ രക്ഷപ്പെടാനുള്ള വഴി അദ്ദേഹം 3 അധ്യായത്തിലൂടെ പറഞ്ഞു തരുന്നത്.